അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നതാണ്. അപ്പോൾ അത് നമ്മുടെ CPO ഫിസിക്കലുമായി ബന്ധപ്പെട്ടൊരു സംശയം തന്നെയാണ്. പുള്ളി ചോദിച്ചിരിക്കുന്ന ഇതാണ്: ബ്രോ, ഞാൻ CPO ഷോർട്ട് ലിസ്റ്റിലുണ്ട്, ബട്ട് ഇതുവരെ ഫിസിക്കൽ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല, പ്ലീസ് റിപ്ലൈ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫിസിക്കൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം അങ്ങനെയില്ല. നമുക്കിപ്പം നമ്മൾ ഷോർട്ട് ലിസ്റ്റിലുണ്ട്, ഇപ്പം മെയിൻ ലിസ്റ്റിലായാലും സപ്ലി ലിസ്റ്റിലായാലും നമുക്ക് ഫിസിക്കലുണ്ട്. CPO ഈ ഫിസിക്കൽ ഉള്ള തസ്തികൾക്കെല്ലാം നമ്മൾ ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിസിക്കലുണ്ട്. ഫിസിക്കലിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നോട്ടിഫിക്കേഷനായിട്ടല്ല വരുന്നത്. നമുക്ക് എക്സാമിന് അല്ല, ഫിസിക്കലിന് ഒരു 2 ആഴ്ച മുമ്പ്, മിനിമം ഒരാഴ്ച മുമ്പെങ്കിലും നമുക്ക് ഹോൾ ടിക്കറ്റ് വരും. ആ ഹോൾ ടിക്കറ്റിൻ്റെ ഒരു മെസ്സേജ് ഫോണിൽ വരും, ഇതുപോലെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വരും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരു ഫിസിക്കൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കലിന് വേണ്ടി ഇറങ്ങിക്കും. അല്ലാതെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിട്ട് നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി ഇറങ്ങായിരുന്നു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കറക്റ്റ് ഫിസിക്കലിന് ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ പോലും പോയി രാവിലെ എഴുന്നേറ്റ് പോയി ചെയ്താൽ പോലും കിട്ടുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഭൂരിപക്ഷം ആൾക്കാരും ഒരു 2-3 മാസമെങ്കിലും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് പല ഐറ്റംസ് സെറ്റാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് വ്യക്തി ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എക്സാം എഴുതുന്നതും ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള സംശയമായിരിക്കും. തുടക്കത്തിൽ എല്ലാവർക്കും ഈ സംശയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കുക. നമ്മൾ ആ ലിസ്റ്റിൽ കാണും. നമുക്ക് പ്രൊഫൈലിൽ മെസ്സേജും വരും. ചിലർക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതും നമ്മൾ കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ ലിസ്റ്റുകളുടെ റിസൾട്ടുകളുടെ ഇടയ്ക്ക് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിങ്ങനെ കിടപ്പുണ്ടായിരിക്കും. അതൊന്നും വന്നില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, നമ്മൾ ലിസ്റ്റിലുണ്ടല്ലോ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക, ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഈ പറയുന്ന ജനുവരിയോ ഫെബ്രുവരിയോ നമുക്ക് ഫിസിക്കൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ഡിസംബർ ഇതിപ്പം പകുതിയായി, പെട്ടെന്ന് ദിവസങ്ങൾ പോകും. അപ്പം നമുക്ക് ഫിസിക്കലുണ്ട് തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം ഷോർട്ട് ലിസ്റ്റ് വന്നതിനേക്കാൾ 1 മാസം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും ഫിസിക്കൽ നടന്നത് ഏകദേശം ഫെബ്രുവരി ടൈമിലൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ജനുവരി പകുതിക്കും അല്ലെങ്കിൽ ഫെബ്രുവരി ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫിസിക്കൽ നടക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പകുതി, 15, 16 ആ ടൈമിലായിരിക്കും റാങ്ക് ലിസ്റ്റും വരുന്നത്. കാര്യം ആ സമയത്തായിരിക്കും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംശയമുള്ളവർ ഇനി പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഫിസിക്കലുണ്ട്, അതുകൊണ്ട് ഫിസിക്കലിന് വേണ്ടി ഇപ്പോഴേ ഇറങ്ങുക. ഫിസിക്കലിന് 2 ആഴ്ച അല്ലെ ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഫിസിക്കലുമായി ബന്ധപ്പെട്ട ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാവുന്ന നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും.